അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഒത്തിരി മാസങ്ങളായി, അതായത് ഒരു 6-7 മാസമായിട്ട് ഇപ്പൊ നമ്മള് ഒരു ഫിഷിങ്ങിന്, അതായത് കടലില് ഫിഷിങ്ങിന് വന്നിട്ട് എന്തായാലും നമ്മളിപ്പോ ഒരു ഒത്തിരി ദിവസം കൂടി നമ്മൾ കടലില് മീൻ പിടിക്കാൻ വന്നേക്കാട്ടോ. എന്തായാലും നമുക്ക് കടലിലെ മീൻപിടുത്തം കാണാം. അപ്പൊ അതാണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള തൂക്കുപാലം, നമ്മുടെ ഫോർട്ട് കൊച്ചി തോക്കുപിടികളാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാലം കൂടിയാണിത്. എന്നാലും നമ്മൾ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അച്ഛൻ വല വീശാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ആദ്യം കിട്ടുന്ന മീൻ നോക്കാം. അച്ഛനൊന്ന് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കിട്ടുന്ന മീൻ നോക്കാമേ. അപ്പം അച്ഛൻ വീശാൻ പോവാണ്. ഇതിലൊക്കെ പാലെല്ലാം കൊണ്ടിട്ട് അച്ഛപ്പോൾ വീശും. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് മീൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അച്ഛൻ എടുക്കുന്നുണ്ട്, മീനുണ്ടോ എന്ന് നോക്കാം. അപ്പം ഫ്രണ്ട്സ്, അച്ഛൻ എടുക്കാൻ പോവാണ്. അടുത്ത എടുത്തോണ്ടിരിക്കുക. എടുത്തു. മീനുണ്ടല്ലോ ചാ. നമുക്ക് ഭാഗ്യം കിട്ടി. എൻ്റെ എടുത്ത്. അച്ഛന് ഭാഗ്യമുണ്ട് കേട്ടോ ചാ. അപ്പൊ കീറിപ്പോയോ? അപ്പൊ ഫ്രണ്ട്സ്, അച്ഛന് നമ്മളെ വലയെല്ലാം കീറിപ്പോയി. എന്നാലും കുറെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വല കുറ്റിയിലുടക്കി വല കീറി കേട്ടോ. കീറി വരുന്നത് വല മീനും ഉണ്ടായിരുന്നു. അത് എല്ലാം ശീലാവ് എന്ന് പറഞ്ഞ മീനാ. ശീലാവ് കണ്ടോ? ശീലാവ് എന്ന് പറഞ്ഞ മീനാട്ടോ നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷെ വല കീറിപ്പോയി. നമ്മളെ ഒരു കുറ്റിയിലുടക്കിയിട്ട് വല കീറിപ്പോയി. കാര്യം പറഞ്ഞാൽ വല നിറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല, നമ്മളെ വല പോയി. നമ്മളെ വലയെല്ലാം കീറിപ്പോയിട്ടോ ഉടക്കിയിട്ട്. പക്ഷെ വല നിറച്ച് മീനായിരുന്നു. കാര്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കാലം കൂടി കടലിൽ വല വീശാൻ വന്നേ. പക്ഷെ വല നിറച്ച് മീനുണ്ട്. ഇതെല്ലാം കിട്ടി മീനാട്ടോ. അപ്പം ശീലാവ് എന്ന് പറഞ്ഞ മീനാ. ശീലാവ് ഊളാവ് എന്നൊക്കെ പറഞ്ഞ മീനാട്ടത്. എന്തായാലും നമ്മളെ വല മൊത്തം കീറിപ്പോയി. അതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് വല വീശാൻ പറ്റിയില്ല, മീൻ പിടിക്കാനും പറ്റിയില്ല. എന്തായാലും ഒരു വല വീശിയേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നിറച്ച് മീൻ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളെ വല പോയി. എന്തായാലും ഇനിയിപ്പോൾ പുതിയൊരു വല നമുക്ക് പണിയണം. ഇപ്പോൾ നമുക്ക് ഈ കടലിൽ വല വീശാൻ വരണമെങ്കിൽ വലയൊക്കെ പോയി. നമ്മളെ വലയുടെ അവസ്ഥ. കടൽ തവള ആണോ? വെള്ളത്തിലിട്ട ആള് അതാണ് സാധനം.
ഇത് നമുക്ക് വേണ്ട, നമുക്ക് തിരിച്ചു വിട്ടേക്കാം കേട്ടോ. ആണോ ജീവനുള്ള ശീലാവ് കണ്ടോ, ഇതൊക്കെ ശീലാവ് കേട്ടോ, ജീവനുള്ള ശീലാവ്. ശീലാവ് ഊളാവ് എന്നൊക്കെ പറയും, അങ്ങനത്തെ മീനാട്ടത്. കണ്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നമ്മുടെ വല പോയി. എടുത്തോ. അപ്പോൾ നമ്മളിന്ന് വല വീശാൻ വന്നേക്കാണ് കടലിൽ. നമുക്ക് കുറച്ച് മീൻ കിട്ടി, പക്ഷേ മീൻ കിട്ടിയിട്ട് നമുക്ക് സങ്കടമാണ്. എന്താ വെച്ചാൽ സാധാരണ മീൻ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഒരു വല വീശിയുള്ളൂ, അപ്പോൾ തന്നെ നമ്മുടെ വല എവിടെ കുറ്റിയിൽ ഉടക്കി വല കീറിപ്പോയിട്ടോ. ചിലപ്പോൾ കിട്ടി മീനൊക്കെ കാണിച്ചിടാം കേട്ടോ. ശീലാവ് എന്ന് പറയുന്ന മീനാണ്, ശീലാവ്. കുറച്ചൊക്കെ ചത്തുപോയി കേട്ടോ. ഇത്ര വലുതൊന്നുമല്ല, ചെറുതാണ്.